നമസ്കാരം. അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ രോഹിത് ശർമ്മ സ്ഥാനമൊഴിയുകയാണെങ്കിൽ ഇടക്കാല ക്യാപ്റ്റൻ ആവാമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് സീനിയർ ഇന്ത്യൻ താരം. എന്നാൽ ഈ നിർദ്ദേശം BCCI തള്ളിക്കളഞ്ഞുവെന്നാണ് BCCI വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം റിപ്പോർട്ട് ചെയ്തത്. അടുത്ത മാസം നടക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിൽ രോഹിത് ശർമ്മ ഇന്ത്യൻ ക്യാപ്റ്റനായി തുടരണോ എന്ന കാര്യത്തിൽ BCCIയോ സെലക്ടർമാരോ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. പരിക്കും ജോലിഭാരവും കണക്കിലെടുത്ത് ജസ്പ്രീത് ബുംറയെ ക്യാപ്റ്റനോ വൈസ് ക്യാപ്റ്റനോ ആക്കില്ലെന്നാണ് സൂചന. ബുംറ 5 ടെസ്റ്റുകളിലും കളിക്കാനുള്ള സാധ്യതയും വിരളമാണ്. ഈ സാഹചര്യത്തിൽ രോഹിത്തിന്റെ പിൻഗാമിയായ ശുഭ്മാൻ ഗില്ല്, ഋഷഭ് പന്ത് എന്നിവരെ ക്യാപ്റ്റനായി വളർത്തിക്കൊണ്ടുവരാനാണ് BCCI ആലോചിക്കുന്നത്. രോഹിത് ശർമ്മ ക്യാപ്റ്റനായി തുടരാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ലെങ്കിൽ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ ഇന്ത്യക്ക് പുതിയ ക്യാപ്റ്റനെ കണ്ടെത്തേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ ശുഭ്മാൻ ഗില്ലിന്റെയും ഋഷഭ് പന്തിന്റെയും ബാറ്റിംഗിലെ സ്ഥിരതയില്ലായ്മയും തലവേദനയാണ്. ഈ സാഹചര്യത്തിലാണ് പുതിയ നായകനെ കണ്ടെത്തുന്നതുവരെ ഇടക്കാല ക്യാപ്റ്റൻ ആവാമെന്ന നിർദ്ദേശം സീനിയർ താരം മുന്നോട്ട് വെച്ചത്. എന്നാൽ കോച്ച് ഗൗതം ഗംഭീറിന് താൽക്കാലിക ക്യാപ്റ്റൻ എന്ന രീതിയോട് താല്പര്യമില്ലെന്നും അടുത്ത ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് സ്ഥിരം നായകനെ തന്നെ കണ്ടെത്തണമെന്നുമാണ് ഗംഭീറിന്റെ നിലപാട്. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ രോഹിത് തുടരുകയാണെങ്കിൽ ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കാനാണ് സാധ്യത. നിലവിൽ ഏകദിനത്തിലും T20യിലും ഗില്ല് വൈസ് ക്യാപ്റ്റനാണ്. ന്യൂസിലൻഡിനും ഇംഗ്ലണ്ടിനുമെതിരായ പരമ്പരകളിൽ തോറ്റതോടെ ഇംഗ്ലണ്ടിനെതിരായ പരമ്പര ഇന്ത്യൻ ടീമിന് ഏറെ നിർണായകമാണ്. അടുത്ത ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് മുതൽ AV വിജയങ്ങൾക്ക് കൂടുതൽ പോയിന്റ് ലഭിക്കുമെന്നതിനാൽ ഇന്ത്യക്ക് 5 മത്സര പരമ്പരയിൽ മികവ് കാട്ടേണ്ടതും അനിവാര്യമാണ്. ടെസ്റ്റ് ഫോർമാറ്റിൽ ഇന്ത്യൻ ടീമിന്റെ മാറ്റം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനുള്ള സുവർണ അവസരമായിട്ടാണ് പ്രബല വിഭാഗം ആരാധകർ 5 ടെസ്റ്റുകൾ ഉൾപ്പെടുന്ന ഇംഗ്ലണ്ട് പര്യടനത്തെ കാണുന്നത്. ഓസ്ട്രേലിയൻ പര്യടനത്തിന്റെ ദയനീയ പ്രകടനത്തോടെ രോഹിത് നായക സ്ഥാനത്ത് ഒഴിഞ്ഞേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും താരം തന്നെ അത് തള്ളിയിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര 38-കാരനായ രോഹിത്തിന്റെ അവസാന പരമ്പരയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ്. അതിനിടെ ജസ്പ്രീത് ബുംറയെ ഉപനായക സ്ഥാനത്തു നിന്ന് നീക്കി ശുഭ്മാൻ ഗില്ലിനെ ഉപനായകനാക്കിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. നിലവിൽ ഏകദിന T20 ടീമുകളുടെ ഉപനായകൻ ഗില്ലാണ്. രോഹിത് മാറുന്ന സാഹചര്യം വന്നാൽ പുതിയ നായകൻ വരുന്നതുവരെ ഇന്ത്യൻ ടീമിനെ നയിക്കാൻ തയ്യാറാണെന്ന് ഒരു മുതിർന്ന താരം BCCIക്ക് മുന്നിൽ ഓഫർ വെച്ചെങ്കിലും സെലക്ടർമാരോ പരിശീലകരോ BCCIയോ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുണ്ട്. നായക സ്ഥാനത്ത് ദീർഘകാലാടിസ്ഥാനത്തിൽ പരിഗണിക്കാവുന്ന ഒരാളെയാണ് പരിശീലകൻ ഗൗതം ഗംഭീറിനും താല്പര്യമെന്നാണ് വിവരം. താൽക്കാലിക സംവിധാനങ്ങളോട് അതുകൊണ്ട് തന്നെ ഗംഭീർ താല്പര്യവും കാണിക്കുന്നുമില്ല.